ഐതമോൾക്ക് ആ രാത്രിയിലെ അത്ഭുതം മറക്കാൻ കഴിഞ്ഞില്ല. കയ്യിൽ കിട്ടിയ പക്ഷിത്തൂവൽ അവളൊരു ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചുവെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം അവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാലിലെ ഷൂസ് പതിയെ തിളങ്ങാൻ തുടങ്ങി. ഐതമോൾ, അത് സുനിയായിരുന്നു. നമുക്ക് പുതിയൊരു ദൗത്യമുണ്ട്. ഐതയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്താ സുനി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മുടെ പട്ടണത്തിനപ്പുറമുള്ള പുഴയുടെ അടുത്തൊരു പാർക്കില്ലേ? അവിടെ രേണു എന്നൊരു കുട്ടി കരഞ്ഞിരിക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ട മരക്കോപ്പയിലുണ്ടാക്കിയ വഞ്ചി പുഴയിൽ വീണുപോയി. അത് ഒഴുകിപ്പോകുന്നതിനു മുൻപ് നമുക്ക് രക്ഷിക്കണം. ഐത ഒരു നിമിഷം പോലും വൈകിയില്ല. അവൾ സൂപ്പർ ഷൂസ് കാലിലിട്ടു. അദൃശ്യയാകാനുള്ള കഴിവ് ഉപയോഗിച്ച് അവൾ ആരും കാണാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നു. പുഴയുടെ മുകളിലൂടെ ഒരു മിന്നൽ പോലെ അവൾ പാഞ്ഞു. അവളുടെ സൂപ്പർ കണ്ണുകൾ കൊണ്ട് അവൾ പുഴയിലേക്ക് നോക്കി. ദൂരെ ഒരു ചെറിയ മരവഞ്ചി കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നത് അവൾ കണ്ടു. അതൊരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അതിനെ രക്ഷിക്കണം, ഐത മനസ്സിൽ പറഞ്ഞു. അവൾ അതിവേഗത്തിൽ താഴേക്ക് പറന്നു. വെള്ളത്തിൽ തൊടാതെ ആ കുഞ്ഞു വഞ്ചിയെ കൈയിലെടുത്തു. എന്നിട്ട് രണു കളിക്കുന്ന പാർക്കിലേക്ക് തിരികെ പറന്നു. രണു അപ്പോഴും കരഞ്ഞുകൊണ്ട് പുഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഐത പതിക്കെ അവന്റെ അരികിലിരുന്ന് ആരും കാണാതെ വഞ്ചി അവന്റെ മടിയിലേക്ക് വെച്ചുകൊടുത്തു. കാറ്റത്ത് പറന്നു വന്നതുപോലെ തന്റെ പ്രിയപ്പെട്ട വഞ്ചി മടിയിൽ കണ്ടപ്പോൾ രണു അത്ഭുതപ്പെട്ടു. അവന്റെ കരച്ചിൽ മാറി. മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർന്നു. ദൂരെ ഒരു മരത്തിന്റെ മറവിൽ നിന്ന് ഇതെല്ലാം കണ്ടപ്പോൾ ഐതമോളുടെ മനസ്സും നിറഞ്ഞു. തിരികെ വീട്ടിലേക്കുള്ള വഴിയിൽ സുനി പറഞ്ഞു. ഐത, നീ ഇന്നൊരു കളിപ്പാട്ടം മാത്രമല്ല രക്ഷിച്ചത്, ഒരു കുട്ടിയുടെ സന്തോഷം കൂടിയാണ്. ദയയുള്ള പ്രവൃത്തികൾക്ക് എപ്പോഴും സൂപ്പർ പവറുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഐതയുടെ ജനലിന്റെ അരികിൽ ആരോ കൊണ്ടുവച്ചതുപോലെ ഭംഗിയുള്ള ഒരു വർണ്ണക്കല്ല് അവൾ കണ്ടു. രേണുവിന്റെ വഞ്ചിയിലുണ്ടായിരുന്ന അതേപോലൊരു കല്ല്.